1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹിഡൻ മാൻ ഓഫ് ദ ഹാർട്ട്. അത് ദൈവസന്നിധിയിൽ വിലയേറിയതായി. ഞാനും നിങ്ങളും യഥാർത്ഥമായിട്ട് ഒരു ബോക്സാണ്. ഈ ശരീരമെന്ന് പറയുന്നത് ഒരു ബോക്സ് മാത്രമാണ്. ഈ നമ്മുടെ യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന മനുഷ്യനല്ല. യഥാർത്ഥ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള ആത്മാവാണ്. പത്രോസ് ശ്ലീഹ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യൻ എന്ന് പറയുന്നത്, ആ മനുഷ്യൻ അകത്തിരിക്കുന്നു. ആ മനുഷ്യനെ കൊണ്ടു നടക്കുവാൻ ഉപയോഗിക്കുന്ന ബോക്സാണ് ഈ പുറമേ കാണുന്നത് മുഴുവനും. നമുക്കറിയാം, ലാസർ മരിച്ചു. പക്ഷെ ലാസറിന്റെ ആത്മാവ് അന്നേരം തന്നെ നേരെ അബ്രഹാമിന്റെ മടിയിലേക്ക് പോയി എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ധനവാൻ മരിച്ചു. പക്ഷെ ധനവാന്റെ ആത്മാവ് എവിടെ പോയി? നരകത്തിലേക്ക് പോയി എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ശരീരം ഭൂമിയിൽ കളഞ്ഞു. പക്ഷെ അകത്തെ മനുഷ്യൻ അതിന് നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. ഈ 2 സ്പിരിറ്റും അല്ലെങ്കിൽ 2 വ്യക്തികളും പോയി കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും കാണുന്നു, സംസാരിക്കുന്നു എന്ന് നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ നരകത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാതാളത്തിൽ കിടക്കുന്ന ധനവാൻ കാണുന്നു. അപ്പൊ ധനവാൻ അവിടെ നിന്ന് പറയുന്നു, അബ്രഹാം പിതാവേ, ഈ ലാസറിനെ താഴോട്ടൊന്ന് വിടണമേ, എൻ്റെ വായിക്ക് ഇച്ചിരി വെള്ളം തൊട്ട് തരുവാൻ ലാസറിനെ അയക്കണമേ എന്ന് ധനവാൻ പറയുന്നു. അർത്ഥം, ധനവാന് കാണാൻ കഴിയുന്നു, ധനവാന് ദാഹമുണ്ട്, ഫീലിങ്സ് അനുഭവിക്കാൻ കഴിയുന്നു. അപ്പോൾ അകത്തെ മനുഷ്യന് മരണത്തിന് ശേഷവും ഇതെല്ലാം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആത്മാവ് ചിന്തിക്കുന്നു പഴയ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പഴയ ഓർമ്മകളും അദ്ദേഹത്തിനുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? നമ്മുടെ അകത്തെ മനുഷ്യൻ മരിക്കുന്നില്ല, നമ്മുടെ ശരീരം മാത്രമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ആത്മാവ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ക്രിസ്ത്യാനിയായി ജനിക്കണമെങ്കിൽ യേശു കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം ചിലർ പറയും, ഞങ്ങൾ ക്രിസ്ത്യാനിയാ, ദൈവരാജ്യം കാണണ്ട എന്ന് പറയും. അങ്ങനെയല്ല, ദൈവരാജ്യം ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഒരു ദൈവ പൈതലാകണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു, പുതുതായി ജനിക്കണം. എന്താണ് പുതുതായി ജനിക്കുക? പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി വ്യക്തിപരമായി സ്വീകരിക്കണം. അന്നേരം മാത്രമാണ് ജനനം നടക്കുന്നത്. ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി തീരുക ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 5:17 വായിച്ചത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയതായി അവൻ സൃഷ്ടിക്കപ്പെടുക. അവൻ 25 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനാണ്. ആ കാലഘട്ടത്തിൽ അവൻ ആരുമായിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ മുമ്പിൽ അത് ദൈവത്തിന് ഒരു വിഷയമേ അല്ല. അവൻ യേശുവിനെ കർത്താവും സ്വന്തം രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ സ്വർഗം അവൻ്റെ അകത്തെ മനുഷ്യനെ പുതുതാക്കുന്നു. അതായത് ഇതുവരെ അവനിലുള്ളതെല്ലാം മാറി അവനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ആ നിമിഷം മുതലാണ് സ്വർഗം അവനെ നോക്കുന്നതും സ്വർഗം അവനെ കാണുന്നതും, അല്ലെങ്കിൽ കർത്താവിൻ്റെ അക്കൗണ്ടിൽ അവൻ സ്റ്റാർട്ടാകുന്നതും. അപ്പോൾ ആ വ്യക്തി എന്തായി മാറി? റിയലി ഒരു പുതിയ സൃഷ്ടിയായി. അവനെ പെയിൻറ് ചെയ്തെടുത്തല്ല, അവനെ റിപ്പയർ ചെയ്തെടുത്തല്ല, എവിടെയെങ്കിലും പാച്ച് വർക്ക് ചെയ്തെടുക്കുകയല്ല ചെയ്തത്. അവൻ എന്തായി മാറി? പുതിയ സൃഷ്ടിയായി മാറി. ലോക മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയെ ആ പുതിയ മനുഷ്യനായി കാണുവാൻ കഴിയുന്നില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്റെ പുറമേ ഉള്ളതല്ലല്ലോ നോക്കുന്നത്. പുറമേ ഉള്ള സൗന്ദര്യമല്ല കർത്താവ് നോക്കുന്നത്. പുറമേ ഉള്ള നമ്മുടെ സൗന്ദര്യ വർധനമല്ല കർത്താവ് നോക്കുന്നത്. അതാണ് പറഞ്ഞത്, അകത്തെ ഗൂഢ മനുഷ്യൻ, ഹിഡൻ മാൻ. ആ മനുഷ്യനാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നത്. ആ രൂപാന്തരത്തിനാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുന്ന വ്യക്തി എന്തായി മാറുന്നു? പുതിയ സൃഷ്ടിയായി മാറുന്നു.